1 ഗ്ലാസ് അരിപ്പൊടി എടുത്തു. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കലക്കണം. 1 ഗ്ലാസ് പാലൊഴിച്ചിട്ട് കുറച്ച് ഇളക്കി ലയിപ്പിക്കുന്നു. കട്ട പിടിക്കാതെ പാലിൽ ലയിപ്പിച്ചെടുക്കുന്നു. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർക്കുന്നു. അരിപ്പൊടിയൊക്കെ പാലിൽ കുതിർന്നു. ബാക്കിയുള്ള പാലുകൾ ഒഴിച്ചു. അതിൽ 2 സ്പൂൺ പഞ്ചസാര ഈ സ്പൂണിന് 2 സ്പൂൺ പഞ്ചസാര ഇടുന്നു. ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഇളക്കി നോക്കിയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. പഞ്ചസാര പാല് ഇറക്കി. ഐസ്ക്രീം അതുകൊണ്ട് തന്നെ വാനില ഉണ്ടാക്കി. വാനില എസൻസ് കട്ടൻ പിടിക്കാനായി അരിപ്പൊടി പാലും വേഗം ഇളക്കി കുറുക്കി. അരിപ്പൊടി പാലും കുറുക്കി ഇതിലേക്ക് അത് 2 തുള്ളി വാനില എസൻസും കുറച്ച് ബട്ടറും ഇടുക. ബട്ടറുണ്ട്, ഫ്രഷ് ക്രീമുണ്ട്, വാനില എസൻസ് ഉണ്ട്. ഇതിലേക്ക് ചേർക്കാൻ എസൻസ് ചേർത്തു. കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തു. ഇതിൽ കുറച്ച് ബട്ടറും ചേർക്കുന്നു. 1 പീസ് ബട്ടർ ചേർക്കും. അപ്പോൾ ഇത് ബട്ടർ വെച്ച് ഐസ്ക്രീമായി. ചേർത്ത് ബട്ടർ, ഫ്രഷ് ക്രീം, വാനില. ഇത് ചൂടാറുമ്പം മിക്സ് അടിച്ച് പതപ്പിച്ചെടുക്കാം. ക്രീം മിക്സ് തിക്ക് കൂടുതൽ, അപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചതിനെ മയപ്പെടുത്തുന്നു. പാല് തിളപ്പിച്ച് ഒഴിച്ച് ഇതിനെ ഒന്നുകൂടെ ലൂസാക്കി ഇതിനെ മിക്സിയിലൊന്ന് അടിച്ച് പതപ്പിച്ച് വീണ്ടും ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നു. സ്പൂൺ കൊണ്ട് പിന്നെ ഉടച്ചെടുത്ത് ഐസ്ക്രീം ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ തണുപ്പിക്കണം. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. ഭട്ടൂര ഉണ്ടാക്കാൻ റവ, ഗോതമ്പ് പൊടി, ഉപ്പ് ചൂടുവെള്ളത്തിൽ കുഴച്ചു അത് ബോളാക്കിയിട്ട് എണ്ണയിൽ ചൂടാം. ഭട്ടൂര ഉണ്ടാക്കാൻ ബോളൊക്കെ പരത്തി എണ്ണയിൽ വറുത്തെടുക്കണം. ഭട്ടൂര എണ്ണ ചൂടായപ്പോൾ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഇട്ടിട്ട് soft ഭട്ടൂര.